വെൽക്കം ടു വി ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് കാർണിവോറസ് ഐസ് ഏജ്. ഓക്കെ, ഇതിന് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് ഒരു കാർണിവോറസ് എന്ന് പറഞ്ഞാൽ ഐസ് ഏജിലെ ഹണ്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമുക്ക് ഹണ്ട് ചെയ്യാൻ പോകാം. ഇപ്പോൾ വൈബ് നൈറ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാപ്പ് ഇതാണ്. ഈ വലിയ മാപ്പ് എടുക്കാം. നമുക്ക് ഇതെടുക്കാം സുഹൃത്തുക്കളെ. പിന്നെ നൈറ്റ് ഉണ്ട്. ഇത് നല്ലൊരു ഹണ്ടിങ് ടൈമാണ്. ഇതിൻ്റെ മോർണിംഗ് തന്നെ കളിക്കാം, ക്ലിയർ ആകത്തില്ല. അപ്പോൾ നമ്മൾ ഹണ്ട് ചെയ്യാനുള്ള മൃഗങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഹൈന. ഇത് ഹൈനഡോ കുഴപ്പമില്ല. ബിയർ, മാമത്ത്, സെമലിഡോൺ, പിന്നെ വൈൽഡ് ബോർ, എതിയൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എതിയൊക്കെ കണ്ടു ചെയ്യാൻ പോവാം. പിന്നെ ആ ജീവി എന്ത് ചെയ്യും? ഇനി ഒരു ജീവിയും കൂടി വേണം നമുക്ക്. വൂൾഫിനെ എടുക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആക്കിയായി. നമ്മളിനി എല്ലാ ഗണ്ണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഹണ്ടിന് പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, നമ്മളിപ്പോൾ ഈ മാപ്പിലാണ് വന്നിറങ്ങിയിരിക്കുന്നത്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും ഇവിടെ പോയി. ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് ഇവരുടെ ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആരും ഇല്ല ഇവിടെ. എന്നാലും നമ്മൾ ഗണ്ണൊക്കെ എടുത്ത് സൂക്ഷിക്കണം. ആരും ഇവിടെ ഉള്ളത്? ഈ മാൻ്റെ പേരുണ്ടോ? നമുക്ക് ഡബിൾ ബാരൽ എടുക്കാം. ഇരട്ടക്കുഴൽ തോട്ട് ഡബിൾ ബാരൽ. അപ്പുറത്താണ് തോന്നുന്നു. കാണുന്നില്ല. കുറേ ഡിസ്റ്റൻസ് അപ്പുറത്താണ് നമ്മൾ എടുക്കുന്നത്. കാണുവാണെങ്കിൽ അടിച്ച് പിടിപ്പിച്ചിറങ്ങുക. അതോടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ ഇതിനെ അടിച്ചു പിടിപ്പിക്കാന്നൊക്കെ പറയാം. ഇതാണോ രണ്ട് പറഞ്ഞേ? രണ്ട് പറഞ്ഞ നമുക്ക് ഈ കണ്ണ് കൊണ്ട് അടിക്കാം. ഒറ്റ എന്തോ അവനൊന്നും കണ്ടില്ല, അവൻ പോയി. സുഹൃത്തുക്കളെ, ആ വൈൽഡ് ബോർ ഓടി കളഞ്ഞു. നമുക്ക് ഇതിനടിച്ചിടാം. ഇതിന് പിന്നെ നമുക്ക് ഓടുമ്പോൾ സ്പീഡൊന്നുമില്ല. ഈ ഗെയിമും നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നല്ല ഗെയിമാണ്, സ്മൂത്താണ്. അത് പിന്നെ സർവൈവലാണ്. ഫുള്ള് സർവൈവ് ചെയ്യണം നിങ്ങൾ. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൽ തന്നെ കുറേ മൃഗങ്ങൾ ഇപ്പം തന്നെ പിടിക്കാനുണ്ട്. പിന്നെ സെക്കൻഡ് പാർട്ട് ഇല്ലെങ്കിലും വേറൊരു ഗെയിം, ഇതേ ഗെയിം തന്നെ നമ്മൾ കളിക്കാൻ വരും. കാർണിവോറസ് ഡൈനോസറിനെ കണ്ട് ഗെയിമായിട്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നല്ലപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഇനി ഇതേപോലത്തെ വീഡിയോസ് എല്ലാം ഇടാൻ പറ്റത്തുള്ളൂ. ബ്ലഡ് ഉണ്ടോ? ബ്ലഡ് മാർക്ക് ഉണ്ടോ സുഹൃത്തുക്കളെ? നമ്മളെ ആ നേരത്തെ അടിച്ചിട്ട് ആ വൈൽഡ് ബോറില്ലേ, അതിൻ്റെ ബ്ലഡ് മാർക്കാണ് ഈ കാണുന്നത്. നേരെ അവനെ കൊല്ലാൻ പോകും ഗൈസ്. കണ്ട് നോക്കി. റേഞ്ച് ഓഫ് കില്ല് ഇതെല്ലാം ഇതിൽ കാണിക്കും. ഇപ്പോൾ ഇനി കുറച്ച് പേര് വരും, എന്നെ കൊണ്ടുപോകാനുള്ള ആൾക്കാർ വരും. ഇപ്പോൾ ഇതാണ് ഇതിനെ നമ്മളിപ്പോൾ കൊന്നതാണ്.
മയക്കുവെടി വെക്കുന്ന ഓപ്ഷനും ഉണ്ട്. നമ്മൾ പക്ഷെ അത് അനേബിൾ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഇതിനെ കൊന്നതാ. ഇനി മൃഗങ്ങളെല്ലാം കൊണ്ടുപോകും. ഫ്യൂച്ചറിസ്റ്റിക് ഗെയിമാണ്. പിന്നെ ഈ ജീവികൾക്കെല്ലാം മാഗ്നറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതിലൊരു പിടുത്തം പിടിക്കത്തില്ല. ആ സാധനം വെറുതെ കൊണ്ടുവന്ന് ഒട്ടില്ല. മാഗ്നറ്റുള്ള മൃഗങ്ങളാണ്. എല്ലാം അതിന്മേലായിട്ടുണ്ട്. ഒരു 2 സപ്ലൈ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഒരു സപ്ലൈ എങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ. ഒക്കെ നമ്മളതിനെ അടിച്ചിട്ട് അയ്യോ മെച്ച് വേണം. ഇതാണ് ഈ കിളി. എന്ത് കിളിയാണ്? ഡൈനോസർ കിളി. നമുക്ക് പിന്നെ ഇവിടെ ടെലിപ്പോർട്ട് ചെയ്യാനുള്ള ഓർമ്മയുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മളിത് കുറേ സമയം എടുക്കും നടന്നു പോകാനൊക്കെ. അപ്പോൾ നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാനുള്ള ശക്തിയുണ്ട്. ഓക്കെ, നമ്മുടെ ബാക്കിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇതെടുക്കാമല്ലോ. ഫാമിലിയുടെ ആണെന്ന് തോന്നുന്നു. ഏതൊരു മൃഗമാണ്, കരടിയാന്ന് തോന്നുന്നു. പക്ഷെ വെറുതെ വെടി പൊട്ടിച്ചു. ഞാൻ മറ്റേ ഇതെടുക്കാൻ പോയായിരുന്നു. കരടിയാണ് ഇതൊക്കെ. കരടി ഇതിട്ടില്ല. നമ്മൾ ഇത് ഉപയോഗിക്കത്തോളം പറഞ്ഞ പോലെ നമുക്ക് റിവോൾവർ ഇട്ടേനോല്ല. കരടി അങ്ങ് മുഹാണ്ടേ തന്നെ വേറെ വല്ലതിനും ചെയ്യാൻ. നമുക്ക് മാപ്പ് നോക്കി നടക്കാനൊക്കെ പറ്റും. ഞാൻ പിന്നെ ഈ ഗെയിം ഇപ്പോഴത്തെ കളിക്കാൻ പോകുന്നില്ല. ഇത് കുറേ ദിവസമായിട്ട് കളിക്കുന്നതാണ്. അപ്പോഴേ നിങ്ങൾക്കൊരു ബാലൻസ് ആയിട്ട് കളിക്കും. പിന്നെ പിന്നെ ഈ കളി ഭയങ്കര പാടാണ്. എല്ലാവരും കളിക്കുക. ഇത് ചുമ്മാ ശബ്ദം ഉണ്ടാക്കി നമ്മളെ പേടിപ്പിക്കും. അതാരും ശ്രദ്ധിക്കരുത്. പിന്നെ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ മൃഗങ്ങൾ ഓടുകയും കിട്ടി കിട്ടി പൊക്കി 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 അവനെ ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഫാമിലിയുടെ തന്നെ പൊക്കേണ്ടി വന്നു. ചെറുപ്പം പേപ്പറാക്കി. നമ്മൾ 104.8 മീറ്റർ ദൂരത്തു നിന്നാണ്, റേഞ്ചിൽ നിന്നാണ് നമ്മളതിനെ പിടിച്ചത്. ഇവിടെ ഇതാണ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇത് മറ്റേ ഐസിൽ വലിയ വലിയുള്ള ഇത് സൈബർ കിട്ടോ എന്താണെന്ന് അടുത്ത വെള്ളത്തിന് പിടിക്കാം. ആ കള്ളക്കരയ്ക്ക് നമ്മളെ നേരത്തെ പഠിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് നമ്മളിതിൻ്റെ അടുത്ത് പോയിട്ട് വെടി വെക്കാൻ പറ്റിയിട്ട് പറ്റാതെ വരും. ആദ്യം കളിക്കുമ്പോൾ നമുക്ക് പിസ്റ്റൾ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ അടുത്തോട്ട് കയറി പോകുമ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് വരും. എന്നുവെച്ചാൽ കടിച്ച് കീറി നമ്മൾ അടിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചൊക്കെ വേണം കളിക്കാൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയാനുള്ളത്, ഇതിൽ മൃഗങ്ങളെ കാണുമ്പോൾ കുത്തിപ്പിടിച്ചടിച്ചോളാം. കുത്തിപ്പിടി കിങ്ങായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അയ്യോ ദേ പിന്നെ അടിച്ച് അത് പിന്നെ ഓടി. ഇതാണ് കരടിയുടെ ശബ്ദം. നമുക്ക് മൃഗങ്ങളുടെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇത് എടുക്കാൻ നോക്കിയതാ, എന്താ ബൈനാക്കുളിൽ എടുക്കാൻ നോക്കുന്നത്. പക്ഷേ ഗണ്ണെടുത്ത് പിടിച്ചിട്ടാ ചെയ്യുന്നതുകൊണ്ട്
ഇവർ ഓടിപ്പോകും. അത് എങ്ങോട്ട് ഓടിക്കും? ഓടിത്തള്ളി ഇത്രയും റേഞ്ചിൽ അടിക്കാൻ പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത്. 11 ബുള്ളറ്റേ ഉള്ളിനി. കരടീനെ പൊക്കിയിട്ടുണ്ട് നമ്മൾ കൂടുതലായി. ഇനി അടുത്ത മൃഗത്തിനെ പൊക്കാൻ പോകാം. ഈ ഒരു ഏരിയയിലെ മൃഗങ്ങളെ കൊന്നിട്ട് വേണം നമുക്ക് ഐസേജിലെ മൃഗങ്ങളെ കൊല്ലാൻ പോകാം. ഇതിപ്പോൾ ഐസേജും ആ ഒരു ഏരിയ ഇപ്പോൾ ഗ്രീൻലാൻഡും ഐസ്ലാൻഡും പോലെ അങ്ങനെ ഒരു ഏരിയ പോലെയാണ് ഇപ്പോൾ ഇത്. മാപ്പിൻ്റെ പേരെന്തോ റിംഗ് ഓഫ് ഇൻഫ്ലുവൻസ്. അങ്ങനെന്താണ്ട് മാപ്പാണ്. ആദ്യം നിങ്ങൾക്ക് ഒറ്റ മാപ്പും കളിക്കാനൊക്കെ പറ്റുന്നുള്ളൂ. അതിൽ കളിച്ച് ജയിക്കണം. ഈ മൃഗങ്ങളെ മൊത്തം ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഈ കളി ജയിക്കത്തുള്ളൂ. അല്ലാതെ ഒന്നും ജയിക്കാനൊന്നും ചാൻസ് ഇല്ല. ഇതൊരു പേവറാണ്. ഇതാരാ? പിഗാണോ? ഉള്ളിൽ ഓടി നമ്മളെ വിട്ട് ഓടി കുറേ ദൂരം ഓടി. പിന്നെ മുതുകിൽ പൊങ്ങിയായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒറ്റ കണ്ണുണ്ട്. അത് ഇത് മാത്രമാണ്. എനിക്ക് 11 ബുള്ളറ്റേ ഉള്ളൂ. അത് അടിച്ചെടുക്കുന്നത് നമ്മൾ കുറേ മിസ്സാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റീലൊക്കേഷൻ എന്ന് കാണിക്കുമ്പോൾ നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാനുള്ള പറഞ്ഞു. ഇതൊരു എത്ര സെക്കൻഡ് കഴിഞ്ഞാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാൻ എന്തിനാണ് ഈ ബൈനാക്കുളർ എടുക്കുന്ന പോലെ ഞാൻ ഇതിനെങ്ങനെ ഓടിക്കുന്നത്? ഈ പന്നിയെ നമുക്ക് വേണ്ട. ചുമ്മാ നമുക്ക് പന്നിയല്ല വേണ്ടത്. ജീവനെ നോക്കണ്ട. ഈ പാറയുടെ ഇടത്തോട്ട് പോയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് കാണുന്നത് പരമാവധി നമ്മൾ ഓടിച്ച് ഇതിനെ മൂലയെ കൊണ്ട് വെക്കുക. ജീവിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ തീർത്തിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഒരു വീഡിയോ കുറേ ലോങ് ആവുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഓക്കെ, അല്ലെ പിന്നെ ആർക്കും കാണാൻ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അല്ല, സ്കിപ്പ് ചെയ്യണ്ട. വരുന്നോ കണ്ടാ സുഹൃത്തുക്കളെ. അപ്പോൾ അത് നമ്മളെ കടിച്ച് കീറി വാരി എടുത്തിട്ടുണ്ട്. ഇത്രയും ഡാമേജ് ആയിട്ടും ഇത് മരിക്കാതിരുന്നെങ്കിൽ നമ്മുടെ അടി കുഴപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇനിയും വരും ഞാൻ. നമുക്കിതിനെ എല്ലാത്തിനെയും ഫിനിഷ് ചെയ്യണം. ടാറ്റ, ബൈ ബൈ.